വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ വലിയൊരു സോറി, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. റിസർച്ചിൻ്റെ ഭാഗമായി കുറേ തിരക്കായിപ്പോയി. ഇനി കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി മുതൽ ഇടുന്ന വീഡിയോസ് ഡിഗ്രി ആൻഡ് PG ബോട്ടണി സ്റ്റുഡൻസിനും ലൈഫ് സയൻസ് റിലേറ്റഡ് എക്സാംസിനൊക്കെ പോകുന്നവർക്കും ഒരു ക്വിക്ക് റെഫറൻസ് എന്ന രീതിയിലും കോളേജ് സെമിനാർ സ്ലൈഡ് പ്രിപ്പറേഷനുമൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ടെറിഡോഫൈറ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്സ്, ക്യാരക്ടേഴ്സ് ആൻഡ് സ്റ്റീലർ എവല്യൂഷൻ ഇൻ ടെറിഡോഫൈറ്റ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഓരോ ടൈപ്പ് സ്പീഷീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നതായിരിക്കും. മാക്സിമം യൂസ്ഫുൾ ഫിഗേഴ്സ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ക്ലാസ് മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ടെറിഡോഫൈറ്റ്സ് എന്ന് വെച്ചാൽ, ടെറിഡോഫൈറ്റ്സ് എന്ന് വെച്ചാൽ വസ്കുലർ ക്രിപ്റ്റോഗ്യാംസ് ആണ്. വസ്കുലർ എന്ന് വെച്ചാൽ അവയിൽ സൈലം, വസ്കുലർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും ഒക്കെ അവയിൽ ഉണ്ടായിരിക്കും. ക്രിപ്റ്റോഗ്യാംസ് എന്ന് വെച്ചാൽ എന്താണ്, ശരിക്കും ഹിഡൻ മാരേജ് ആണ്. ക്രിപ്റ്റോഗ്യാംസ് എന്ന് വെച്ചാൽ അവർക്ക് സീഡ് ഉണ്ടാവില്ല. സീഡ് ഉണ്ടാവാതെയാണ് അവയിൽ സെക്ഷൽ റീപ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. അപ്പം അവയിൽ ക്രിപ്റ്റോഗ്യാംസ് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ബ്രയോ, ആൽഗ എല്ലാം ക്രിപ്റ്റോഗ്യാംസ് ആണ്. അപ്പം വസ്കുലർ ക്രിപ്റ്റോഗ്യാംസ് ആണ് ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെറിഡോഫൈറ്റ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇതിന് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ്, ദ പ്ലാന്റ് ബോഡി ഈസ് ദി സ്പോറോഫൈറ്റ്. അവയിൽ നമുക്ക് രണ്ട് ഫേസസ് ആണ് ടെറിഡോഫൈറ്റ്സിനുള്ളത്. സ്പോറോഫൈറ്റിക് ഫേസും ഉണ്ട്, ഗ്യാമറ്റോഫിറ്റിക് ഫേസും ഉണ്ട്. ഓക്കെ, അതിൽ സ്പോറോഫിറ്റിക് ഫേസ് ആണ് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളൊരു ടെറിഡോഫൈറ്റ്സിനെ ആദ്യമായിട്ട് കാണുമ്പം അത് ഏത് ഫേസിലായിരിക്കും ചോദിച്ചാൽ അത് സ്പോറോഫിറ്റിക് ഫേസിലായിരിക്കും ഉള്ളത്. കാരണം അതിന് ഒരു റൂട്ട് സിസ്റ്റം, ലീഫുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റെം ഉണ്ട്, അങ്ങനെ ഒരു അതുപോലെ തന്നെ സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് ബോഡി നമ്മുടെ ടെറിഡോഫൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് സ്പോറോഫൈറ്റ് ആയിരിക്കും. അതിലാണ് എസെക്ഷൽ സ്പോർസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റ് ആണ് അവയുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. ദ പ്ലാന്റ് ഷോ മച്ച് വേരിയേഷൻ ഇൻ ഫോം, സൈസ് ആൻഡ് ഹാബിറ്റ്. ദ റേഞ്ച് ഫ്രം ആനുവൽസ് ആൻഡ് ട്രീ ലൈക്ക് പെരിനിയൽസ്. ആനുവൽസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ അവയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതിനെയാണ് ആനുവൽസ് എന്ന് പറയുന്നത്. യാസോള, സാൽവീനിയ പോലുള്ള ടെറിഡോഫൈറ്റ്സ് ഒക്കെ ആനുവൽസ് ആണ്. ദെൻ പെരിനിയൽസ് ആണ്, ലാർജ് ട്രീ ലൈക്ക് പെരിനിയൽസ് ആണ് ആൻജിയോപ്ടെറസ്, ഓസ്മുണ്ട എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവർ പെരിനിയൽസ് എന്ന് വെച്ചാൽ അവയ്ക്ക് 2 വർഷത്തിലധികം വേണ്ടി വരും അവർക്ക് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും, കുറേ കാലം അവർ നിൽക്കും. അങ്ങനെയുള്ളവയാണ് നമ്മൾ പെരിനിയൽസ് എന്ന് പറയുന്നത്. അപ്പം ആനുവൽസ് തൊട്ട് പെരിനിയൽസ് വരെയുള്ള ആൾക്കാർ ഈ ടെറിഡോഫൈറ്റ്സിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. Then most living plants are terrestrial but some are aquatic and few are xerophytes. കൂടുതലും ടെറസ്ട്രിയൽ ആയിരിക്കും, ചിലത് അക്വാട്ടിക് ആയിരിക്കും. അസോള, സാൽവീനിയ എന്നൊക്കെ പറയുന്നത് അക്വാട്ടിക് ഫേൺസ് ആണ്. ഓക്കെ, ദെൻ ഫു ആർ സീറോഫൈറ്റ്സ്. സീറോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചറിലൊക്കെ ജീവിക്കാൻ സാധിക്കുന്നവരെയാണ്, അവയെ ഓവർകം ചെയ്യാൻ, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരെയാണ് സീറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇക്വിസിറ്റം, സെലാജിനെല്ല ഒക്കെ അതുപോലുള്ള സീറോഫൈറ്റിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ലീവ്സ് ആർ സ്കെയിലി. ഇക്വിസിറ്റത്തിനകത്തൊക്കെയാണ് നോക്കുവാണെങ്കിൽ ലീവ്സ് സ്കെയിലി ആയിരിക്കും. ദെൻ ലൈക്കോപോഡിയം, സെലാജിനെല്ലയിലൊക്കെ ആണെങ്കിൽ ലീവ്സ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, സെസൈലായിരിക്കും. അവയിൽ പീറ്റോൾ ഇല്ലായിരിക്കും, സെസൈൽ ലീവ്സ് ആയിരിക്കും. ദെൻ ലാർജ് പീറ്റോളായിട്ടാണല്ലേ കോമ്പൗണ്ട് ലീവ്സ് ഒക്കെയാണ് ഈ ഫേൺസിലൊക്കെ കാണുന്നത്. ഫേൺസ് എന്ന് വെച്ചാൽ ടെറസിനകത്തൊക്കെ കാണുന്നത് ലാർജ് ആയിട്ടുള്ള പീറ്റോളുള്ള കോമ്പൗണ്ട് ലീവ്സ് ആയിരിക്കും, അതിനെ ഫ്രോൺസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ലീവ്സ് ഈ ടെറിഡോഫൈറ്റ്സിൽ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും കാണുന്ന 2 ടൈപ്പാണ്, മൈക്രോഫിലസ് ലീവ്സും മെഗാഫിലസും. ഫില്ലസ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ലീവ്സ് എന്നതാണ്. ഓക്കെ, അപ്പോൾ മൈക്രോ ആയിട്ടുള്ള ചെറിയ ലീവ്സ് ഉള്ളതുകൊണ്ട് മെഗാഫില്ലസ് ആയിട്ടുള്ള വലിയ ലീഫ് ഉള്ളവരും ഉണ്ട്. മൈക്രോഫില്ലസ് എന്ന് വെച്ചാൽ സിമ്പിൾ ലീവ്സ് വിത്ത് സിംഗിൾ വെയിൻസ്. Then they does not form leaf gap in the stem stele. സ്റ്റീലി എന്താണെന്നും അതുപോലെ തന്നെ അത് പല ടൈപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, സിമ്പിൾ ലീഫ് ആയിരിക്കും, അതുപോലെ തന്നെ സിംഗിൾ വെയിൻസേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവയിൽ സ്റ്റെം സ്റ്റീലിയിൽ അവർ ലീഫ് ഗ്യാപ്പ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇക്വിസിറ്റം, സെലാജിനെല്ല, ലൈക്കോപോഡിയത്തിനകത്തൊക്കെ മൈക്രോഫിലസ് ലീവ്സ് ആയിരിക്കും ഉള്ളത്. ദെൻ മെഗാഫിലസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ലാർജ് പിന്നേറ്റ് ലീവ്സ് വിത്ത് കോംപ്ലക്സ് വെയിൻസ് ആൻഡ് ലീഫ് ഗ്യാപ്പ് ഇൻ ദി സ്റ്റീലി. സ്റ്റീലിയിൽ ലീഫ് ഗ്യാപ്സ് ഫോം ചെയ്യുന്നവരാണ്
മെഗാഫിലസ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സ്. അത് ടെറിസ്, ട്രയോടെറിസ്, ഓസ്മുണ്ട, ആൻജിയോപ്ടെറിസ് ഒക്കെ അങ്ങനത്തെ മെഗാഫിലസ് ലീവ്സ് ഉള്ള ആൾക്കാരാണ്. Then leaves possess stomata on both the surface. Also leaves and stem possess filiform trichomes. Then root and stem possess well developed vascular system. Cambium is absent, hence secondary growth is absent. Cambium absent ആയിരിക്കും. സൈലോം ഫ്ലോയും ഒക്കെ ഉണ്ടെങ്കിലും അവയുടെ ഇടയിൽ എന്തുണ്ടായിരിക്കും, കാമ്പിയം ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് വെസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി തിക്കനിങ് ഇവരിൽ ആബ്സെൻ്റ് ആണ്. പക്ഷേ ചില ഐസോയിഡ്സ്, ബ്രോട്രിക്കിയം പോലുള്ള ചില ടെറിഡോഫൈറ്റ്സിൻ്റെ അകത്ത് അവയുടെ സ്റ്റെമ്മിൽ സെക്കൻഡറി തിക്കനിങ് നടക്കുന്നുണ്ട്. അനോമലസ് സെക്കൻഡറി തിക്കനിങ് പോലെ നടക്കുന്നുണ്ട്. Then stele is a protostele, siphonostele, dictostele or polycyclic. പല ടൈപ്പ് ഓഫ് സ്റ്റീലീസ് ഇവരിൽ കാണുന്നുണ്ട്. ലൈക്കോപോഡിയം, സെലാജിനല്ല ഒക്കെ ആണെങ്കിൽ പ്രോട്ടോസ്റ്റീലിയാണ് കാണുന്നത്. ഇക്വിസിറ്റം, ബോട്രിക്കിയത്തിലൊക്കെ ആണെങ്കിൽ സൈഫണോസ്റ്റീലിയാണുള്ളത്. ടെറിസ് ആൻഡ് നെഫ്രോലെപ്പിസിൽ ഡിക്റ്റോസ്റ്റീലിയാണ്. ദെൻ ആൻജിയോപ്ടെറിസ് ആൻഡ് മറാട്ടിയയിലൊക്കെ പോളിസൈക്ലിക് ആയിട്ടുള്ള സ്റ്റീലീസ് ആയിരിക്കും ഉള്ളത്. ദെൻ xylem is composed of xylem tracheids and phloem is formed of sieve cells and phloem parenchyma. സൈലം ഫ്ലോയം ഉണ്ടെങ്കിൽ തന്നെ സൈലത്തിൻ്റെ കമ്പോണൻസ് എല്ലാം ഒന്നുമില്ല. ആകെ സൈലം ട്രക്കീഡ്സ് മാത്രമേ ടെറിഡോഫൈറ്റ്സിലുള്ളൂ. ഫ്ലോയത്തിലാണെങ്കിൽ സീവ് സെൽസും ഫ്ലോയം പാരൻകൈമയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ചില മെമ്പേഴ്സിലൊക്കെ ടെറിസ്, വിറ്റേറ്റ, നെഫ്രോലെപ്പിസ്, കോഡിഫോളിയയിലൊക്കെ ആണെങ്കിൽ വെസൽസ്, സൈലം വെസൽസ് പ്രസൻ്റ് ആണ്. ഇനി ഫ്ലോയത്തിൻ്റെ അകത്തെ സീവ് ട്യൂബ്സ് പ്രസൻ്റ് ആണ്. ഇക്വിസിറ്റം എയർവെൻസിലും ഇക്വിസിറ്റം ജൈജാൻഷ്യത്തിലൊക്കെ ഫ്ലോയത്തിൻ്റെ സീവ് ട്യൂബ്സ് പ്രസൻ്റ് ആണ്. ദെൻ റീപ്രൊഡക്ഷൻ ഈസ് ബൈ സ്പോർസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർസ് വഴിയാണ്. അത് ലീഫിൻ്റെ വെൻട്രൽ സർഫസിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓരോ ടെറിഡോഫൈറ്റ്സിലും പല രീതിയിലാണ് ആ ഒരു സ്പോറിൻ്റെ അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഓരോന്നിൽ നോക്കിക്കുക എങ്ങനെയാണെന്ന്. ഒഫിയോഗ്ലോസത്തിൽ സ്പൈക്കിൻ്റെ ഫോമിലായിരിക്കും. സൈലോട്ടത്തിൽ സിനാഞ്ചിയം, മാർസീലിയൽ സ്പോറോകാർപ്പ്, ഓസ്മുണ്ടിൽ ടാസൽ, ടെറിസിൽ സോറസ്, സെലാജിനല്ലയിൽ സ്പോറോഫിൽ, ഇക്വിസിറ്റത്തിൽ സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ എന്ന് പറയും. ഇതൊരു ഫിഗേഴ്സ് നോക്കാം. നോക്കിയേ, ടെറിസിൽ സോറസ്, അവയുടെ ലീഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെറിസിനകത്ത് സോറസ് ആയിട്ട് അവയുടെ സ്പൊറാഞ്ചിയ സോറസിൻ്റെ രൂപത്തിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെലാജിനല്ലയിലാണെങ്കിൽ ആ സ്പോർ ബിയറിങ് ലീഫിന് പറയുന്ന പേരാണ് സ്പോറോഫിൽ. ദെൻ ഓസ്മുണ്ടയിൽ ടാസലിൻ്റെ രൂപത്തിലായിരിക്കും, ടാസൽ എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചറിലായിരിക്കും സ്പൊറാഞ്ചിയാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഇക്വിസിറ്റത്തിലാണെങ്കിൽ സ്ട്രോബിലസ് അല്ലെങ്കിൽ കോണിൻ്റെ രൂപത്തിൽ, ഒഫിയോഗ്ലോസത്തിൽ സ്പൈക്സ്. ദെൻ സ്പോറോകാർപ്പ് ഒരു പെട്ടി പോലുള്ള ഒരു ഷേപ്പിലായിരിക്കും, ഒരു സോപ്പ് പെട്ടിയുടെ ഒക്കെ ഷേപ്പിലായിരിക്കും മാർസീലിയ അല്ലെങ്കിൽ സാൽവീനിയലൊക്കെ സ്പോറോകാർപ്പ് കാണപ്പെടുന്നത്. ദെൻ സൈലോട്ടത്തിലാണെങ്കിൽ സിനാഞ്ചിയത്തിൻ്റെ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയയുടെ ഡെവലപ്മെൻറ്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്. യു സ്പൊറാഞ്ചിയ ആൻഡ് ലെപ്റ്റോസ്പൊറാഞ്ചിയ, അല്ലെങ്കിൽ യു സ്പൊറാഞ്ചിയേറ്റ് ആൻഡ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് സ്പൊറാഞ്ചിയ. അതെന്താണെന്ന് നോക്കിക്കേ. യു സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർഫിഷ്യൽ സെൽസിൽ നിന്നാണ് സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്പൊറാഞ്ചിയയ്ക്ക് പറയുന്നതാണ് യു സ്പൊറാഞ്ചിയ. സൈലോട്ടം, ലൈക്കോപോഡിയം, സെലാജിനല്ല, ഇക്വിസിറ്റം ഒക്കെയാണ് ആ രീതിയിൽ ഉണ്ടാവുന്ന സ്പൊറാഞ്ചിയ. ദെൻ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിളായിട്ടുള്ള ഒരു ഇനീഷ്യൽ സെല്ലിൽ നിന്നാണ് സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്നത്. സാൽവേനിയ, മാർസീലിയ, ടെറിസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ഇൻ ഫിലിക്കയിൽ സ്പൊറാഞ്ചിയ ആർ അറേഞ്ച്ഡ് ഇൻ ക്ലസ്റ്റേഴ്സ് നൗൺ ആസ് സോറി വിച്ച് ആർ 3 types ആസ് ഫോളോസ്. നോക്കിക്കേ, ഫിലിക്കയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫേൺസിലൊക്കെ ആണെങ്കിൽ ക്ലസ്റ്റേഴ്സിൻ്റെ ഫോമിലായിരിക്കും അവയിൽ സ്പൊറാഞ്ചിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സോറി എന്ന് പറയുന്നത്. അങ്ങനെ അത് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ സോറസ്, ഗ്രേഡേറ്റ് സോറസ് ആൻഡ് മിക്സഡ് സോറസ്. ഫസ്റ്റ് സിമ്പിൾ സോറസ് എന്ന് വെച്ചാൽ അവയിൽ എല്ലാ സ്പൊറാഞ്ചിയായും ഒരുമിച്ചായിരിക്കും വളരുന്നത്. അതുപോലെ തന്നെ മെച്ചുർ ആവുന്നതും എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും, ഒരുപോലെ ആയിരിക്കും, ഓൾമോസ്റ്റ് ഒരുപോലെ ഒരേ സമയത്തായിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതും മെച്ചുർ ആവുന്നതും എല്ലാം.
ബോട്രിക്കിയം, ഒഫിയോഗ്ലോസത്തിലൊക്കെ അങ്ങനെയാണ്, സിമ്പിൾ സോറസ് ആണ് കാണുന്നത്. ദെൻ ഗ്രഡേറ്റഡ് സോറസ് എന്ന് വെച്ചാൽ ഇൻ ദിസ് ടൈപ്പ് ദ സെൻട്രൽ ഓർ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ സോറസ് ഹാസ് മെച്യൂർ ഓർ ഓൾഡർ സ്പൊറാഞ്ചിയ. ഓൾഡർ സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള സ്പൊറാഞ്ചിയ കാണപ്പെടുന്നത് ഒന്നുകിൽ ഡിസ്റ്റൽ പാർട്ടിലായിരിക്കും അല്ലെങ്കിൽ സെൻട്രൽ പാർട്ടിലായിട്ടായിരിക്കും കാണുന്നത്. ഈ യങ്ങറായിട്ടുള്ള സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഇമ്മച്യൂർ ആയിട്ടുള്ള സ്പൊറാഞ്ചിയ കാണുന്നത് പെരിഫറലായിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രോക്സിമൽ പാർട്ടിലായിരിക്കും കാണുന്നത്. അങ്ങനെയുള്ള സോറസിന് പറയുന്ന പേരാണ് ഗ്രഡേറ്റഡ് സോറസ്. മാർസീലിയ, സയാത്തിയ ഒക്കെയാണ് എക്സാമ്പിൾസ്. ദെൻ മിക്സഡ് സോറസ് എന്ന് വെച്ചാൽ മെച്യൂറായിട്ടുള്ള സ്പൊറാഞ്ചിയാസും യങ്ങറായിട്ടുള്ള സ്പൊറാഞ്ചിയാസും അറേഞ്ച്ഡ് ഇറഗുലറായിട്ട് ഇന്ന പൊസിഷനൊന്നുമില്ല, എല്ലാം സെൻട്രലെന്നോ പെരിഫറലെന്നോ ഒന്നുമില്ല, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടൊരു ഇറഗുലറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് മിക്സഡ് സോറസ് എന്ന് പറയുന്നത്. ടെറിസ്, അഡിയാൻറ്റം, ടെറിഡിയം ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ദെൻ സ്പോർസ് ജെർമിനേറ്റ് ആൻഡ് ഗിവ് റൈസ് ടു ഗ്യാമറ്റോഫൈറ്റ് ജനറേഷൻ. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മുടെ ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത് കോമൺലി കാണപ്പെടുന്നത് ഒരു സ്പോറോഫൈറ്റ് ആയിട്ടായിരിക്കും. അപ്പം അതിലുണ്ടാവുന്ന സ്പോർസിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. പല ടൈപ്പ് ഓഫ് സ്പോർസ് ഉണ്ട്. സ്പോർസ് ആണെങ്കിൽ സ്പോർസ് ഉണ്ടാവുന്ന സ്പൊറാഞ്ചിയയിലുള്ളിലാണ്. പല ടൈപ്പ് ഓഫ് സ്പൊറാഞ്ചിയ ഉണ്ട്. അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്ന ആ ഒരു ഫേസാണ് ഗ്യാമറ്റോഫിറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് ഇനി ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത്. മെയിൽ ഗ്യാമറ്റോഫൈറ്റും ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റും ഉണ്ട്. അപ്പം ഈ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത് ആന്ത്രിഡിയം ആൻഡ് ആർക്കിഗോണിയത്തിനുള്ളിലാണ്. മെയിൽ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത് ആന്ത്രിഡിയത്തിനുള്ളിലും ഫീമെയിൽ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത് ആർക്കിഗോണിയത്തിനുള്ളിലുമാണ്. അപ്പം ഈ ആർക്കിഗോണിയവും ആന്ത്രിഡിയവും ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഗ്യാമറ്റോഫൈറ്റ്. ആ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാവുന്നത്. ദെൻ അപ്പം പല ടൈപ്പ് ഓഫ് സ്പോർസ് ഉണ്ടാവുന്നുണ്ട്. ഹോമോസ്പോറസ് ആൻഡ് ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ഗ്യാമറ്റോഫിറ്റിക് ഫേസ് ഉണ്ട്. ഹോമോസ്പോറസ് കണ്ടീഷൻ എന്തായിരിക്കും? ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്യാമറ്റോഫൈറ്റ് ഈസ് എക്സോസ്പോറിക്. എക്സോസ്പോറിക് എന്ന് വെച്ചാൽ നമ്മുടെ എസെക്ഷൽ സ്പോറിൻ്റെ വോളുണ്ടല്ലോ, ആ വോളിന് ഔട്ട്സൈഡിലായിരിക്കും ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് എക്സോസ്പോറിക് എന്ന് പറയുന്നത്. ദെൻ അപ്പം ഈ ഹെക്സോസ്പോറിക് ഗ്യാമറ്റോഫൈറ്റിക് ജെർമിനേഷൻ വഴിയാണ് ഹോമോസ്പോറസ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. മോസ്റ്റ് ഹോമോസ്പോറസ് സ്പീഷീസ് ആർ മൊണേഷ്യസ്. മൊണേഷ്യസ് എന്ന് വെച്ചാൽ ആന്ത്രിഡിയവും ആർക്കിഗോണിയവും കാണപ്പെടുന്നത് സെയിം പ്രോത്താലസിൽ തന്നെ അല്ലെങ്കിൽ സെയിം ഗ്യാമറ്റോഫൈറ്റിൽ തന്നെ ആണെങ്കിൽ അതിനെയാണ് മൊണേഷ്യസ് എന്ന് പറയുന്നത്. ആൻഡ് ആർ എയ്തർ പൊട്രാൻഡ്രസ് അല്ലെങ്കിൽ പ്രോട്ടോഗൈനസ് എന്ന് പറയും. ഓക്കെ, പൊട്രാൻഡ്രസ് എന്ന് വെച്ചാൽ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനേക്കാളും ആദ്യം മെച്യൂർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ പൊട്രാൻഡ്രസ് എന്ന് പറയും. പ്രോട്ടോഗൈനസ് എന്ന് വെച്ചാൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്, അല്ലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനേക്കാളും ആദ്യം മെച്യൂർ ആവുന്നെങ്കിൽ അതിനെയാണ് പ്രോട്ടോഗൈനസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ രണ്ട് രീതിയിൽ കാണപ്പെടാം. ഇവിടെ പ്രോട്ടോഗൈനസ് എന്നുള്ളത് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പം മോസ്റ്റ് ഹോമോസ്പോറസ് സ്പീഷീസും മൊണേഷ്യസ് ആയിരിക്കും. അത് പൊട്രാൻഡ്രസും ആവാം പ്രോട്ടോഗൈനസും ആവാം. സം ഹോമോസ്പോറസ് ഫോംസ് ആർ ഡയേഷ്യസ്. ഇനി ഡയേഷ്യസ് ആയിട്ടുള്ള ഹോമോസ്പോറസ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റും ഉണ്ട്. ടെറിസും ടെറിഡിയം ഒക്കെ അങ്ങനെ ഹോമോസ്പോറസ് ആണ്, പക്ഷെ അവർ ഡയേഷ്യസുമാണ്. ദെൻ ഹെട്രോസ്പോറസ്. ഇറ്റ് ഈസ് എൻഡോസ്പോറിക് ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് വിത്തിൻ ദി സ്പോർ വാൾ. ഈ സ്പോർ വാളിൻ്റെ ഉള്ളിലാണ് ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എൻഡോസ്പോറിക് ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. എൻഡോ മീൻസ് അകത്ത്, ഇന്നർ എന്നുള്ളതാണ്. ദീസ് സ്പീഷീസ് ആർ ഓൾവേസ് ഡയേഷ്യസ് ആയിരിക്കും എപ്പോഴും. ഹെട്രോസ്പോറസ് എന്ന് വെച്ചാൽ മെയിൽ ഗ്യാമറ്റോഫൈറ്റും ഉണ്ടാവും ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റും ഉണ്ടാവും. മെയിൽ ഗ്യാമറ്റോഫൈറ്റിനകത്ത് ആന്ത്രിഡിയവും ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിനകത്ത് ആർക്കിഗോണിയവും ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് ഡയേഷ്യസ് എന്ന് പറയുന്നത്. Their microspores give rise to male gametophyte and megaspore give rise to female gametophyte. Okay. Then sex organs are embedded in prothallus.
ദെൻ പ്രോത്താലസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഗ്യാമറ്റോഫിറ്റിക് ആയിട്ടുള്ള സ്റ്റേജിന് പറയുന്ന പേരാണ് പ്രോത്താലസ് എന്ന്. അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ആന്ത്രിഡിയും ആർക്കിഗോണിയും ഒക്കെ എംബഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എംബഡ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കോപോഡിയം, സെലാജിനല്ല, ഇക്വിസിറ്റത്തിനകത്തൊക്കെ ഈ പറഞ്ഞ സെക്സ് ഓർഗൻസ് ഒക്കെ പ്രോത്താലസിനകത്ത് എംബഡ് ചെയ്തിട്ടാണ് കാണുന്നത്. പക്ഷേ സൈലോട്ടത്തിനകത്തും ടെറിഡിയത്തിനകത്തൊക്കെ ഈ സെക്സ് ഓർഗൻസ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി ഓരോ സെക്സ് ഓർഗൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആന്ത്രിഡിയം എന്ന് പറഞ്ഞാൽ സെസൈലാണ്ട് ഷോർട്ടാണ്. അതുകൂടാതെ തന്നെ സ്റ്റോക്ഡ് അതുപോലെ സെസൈലാവാം അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോക്ഡ് ആവാം. ആൻഡ് ഈസ് സറൗണ്ടഡ് ബൈ എ സ്റ്റെറൈൽ ആൻഡ് സിംഗിൾ ലെയർഡ് ജാക്കറ്റ്. Okay, then anthrozoids are spirally coiled, unicellular, uninucleate and mostly biflagellate with 2 anterior flagella. But they are multiflagellate in Psilotails, Ichthyosaurs and Pteropsida. Okay, then anthrozoids are liberated either by rupturing the anthridium. Anthridium rupture ചെയ്തിട്ട് ഈ ആന്ത്രോസോയിഡ്സ് ലിബറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവയുടെ പുറമേ ഒരു ടെർമിനൽ ആയിട്ടുള്ള ഒരു ഓപ്പർക്കുലർ സെൽ അല്ലെങ്കിൽ ഒരു കവർ സെല്ലുണ്ട്. അതിൻ്റെ സെപ്പറേഷൻ വഴിയും ഈ ആന്ത്രോസോയിഡ്സ് ലിബറേറ്റ് ചെയ്യാം. ദെൻ ഇനി ആർക്കിഗോണിയം നോക്കുകയാണെങ്കിൽ അതിനെ നെക്കെന്നും വെൻട്രെന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെയാണ് ആർക്കിഗോണിയം എന്ന് പറയുന്നത്. അതിന് നെക്കെന്നും വെൻട്രെന്നും പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്ക് പ്രൊജക്റ്റ് എബവ് ദ പ്രോത്താലസ്. ഈ പ്രോത്താലസിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നെക്ക് പോർഷൻ കാണുന്നത്. വെൻഡർ ആണെങ്കിൽ പ്രോത്താലസിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഫിഗറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. നോക്കി, മെച്ചർ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ പ്രോത്താലസ് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ആർക്കിഗോണിയവും ആന്ത്രിഡിയവും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് ആർക്കിഗോണിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവുന്നു? ആന്ത്രിഡിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആന്ത്രോസോയിഡ്സ് ഉണ്ടാവുന്നു. അത് ആർക്കിഗോണിയത്തിൻ്റെ ഉള്ളിൽ പോയി എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ ആന്ത്രിഡിയയുടെ ഫിഗർ കണ്ടോ, അതിൽ ഒരു സിംഗിൾ ലെയേർഡ് ജാക്കറ്റ് സെൽസ് അവയെ സറൗണ്ട് ചെയ്തിട്ടുണ്ട്, സ്പെർമാറ്റോയിഡ്സിനെ അല്ലെങ്കിൽ സ്പേംസിനെ. ആർക്കിഗോണിയത്തിനകത്താണെങ്കിൽ നെക്ക് പ്രോത്താലസിൻ്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്നു. വെൻഡർ ആണെങ്കിൽ പ്രോത്താലസിൻ്റെ ആ സെൽസിനുള്ളിൽ എംബഡ് ചെയ്തിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉള്ളത്. ദെൻ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. ഇപ്പം ടെറിഡോഫൈറ്റ്സിൻ്റെയും ബ്രയോഫൈറ്റ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. വാട്ടർ എസെൻഷ്യലാണ് അവയുടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ ആന്ത്രോസോയിഡ്സ് ഫ്യൂസസ് വിത്ത് എഗ് ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട് വിച്ച് ഈസ് എ മദർ സെൽ ഓഫ് സ്പോറോഫിറ്റിക് ജനറേഷൻ. ഇനി ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്പോറോഫിറ്റിക് ജനറേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പോറോഫിറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഈ ഗ്യാമറ്റോഫിറ്റിക് ജനറേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? ഹാപ്ലോയിഡ് സ്പോർസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഗ്യാമറ്റോഫിറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡും സ്പോറോഫിറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡും ആയിരിക്കും. ദെൻ സൈഗോട്ട് ഡിവൈഡ്സ് റിപ്പീറ്റഡ്ലി ടു ഫോം ആൻ എംബ്രിയോ, മേ ബി 2 types. ഈ സൈഗോട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് എംബ്രിയോ ഫോം ചെയ്യുന്നത്. ഈ എംബ്രിയോ തന്നെ 2 ടൈപ്പ് ഉണ്ട്. എക്സോസ്കോപ്പിക് എംബ്രിയോ ആൻഡ് എൻഡോസ്കോപ്പിക് എംബ്രിയോ. എക്സോസ്കോപ്പിക് എംബ്രിയോ എന്ന് വെച്ചാൽ ഈ എംബ്രിയോയുടെ ഏപ്പിക്കൽ പോൾ എന്ന് പറയുന്നത് നെക്കിന് ടുവേർഡ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഡയറക്റ്റഡ് ഔട്ട്വേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ട്വേർഡ് പോർഷനിൽ നെക്ക് ആയതുകൊണ്ട് തന്നെ നെക്കിൻ്റെ അങ്ങോട്ടായിരിക്കും അതിൻ്റെ എംബ്രിയോയുടെ ഏപ്പിക്കൽ പോള് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ളതിനെയാണ് എക്സോസ്കോപ്പിക് എംബ്രിയോ എന്ന് പറയുന്നത്. സൈലോട്ടം, ഇക്വിസിറ്റം, ഒഫിയോഗ്ലോസത്തിനകത്തൊക്കെയാണ് ആ ടൈപ്പ് എംബ്രിയോ കാണുന്നത്. എൻഡോസ്കോപ്പിക് എംബ്രിയോ എന്ന് വെച്ചാൽ അവയുടെ ഈ എംബ്രിയോയുടെ ഏപ്പിക്കൽ പോള് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആർക്കിഗോണിയത്തിൻ്റെ ബേസിലേക്കായിരിക്കും, എന്നുവെച്ചാൽ താഴേക്കായിരിക്കും. അങ്ങനത്തെ തന്നെയാണ് എൻഡോസ്കോപ്പിക് എംബ്രിയോ എന്ന് പറയുന്നത്. ലൈക്കോപോഡിയം, സെലാജിനല്ല, ഐസോയിഡ്സിനകത്തൊക്കെയാണ് ഈ എൻഡോസ്കോപ്പിക് എംബ്രിയോ കാണപ്പെടുന്നത്. ഇനി ഇവിടെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോണ്ടിക് ആയിരിക്കും. ഇത് ടിപ്പിക്കൽ ഹെറ്ററോമോർഫിക് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എന്താണ് ഡിപ്ലോണ്ടിക് എന്ന് വെച്ചാൽ? ഡിസ്റ്റിങ്ക്ലി വളരെ മോർഫോളജിക്കലി വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 ജനറേഷനുണ്ട് ഇവർക്ക്. ഒരു ഹാപ്ലോയിഡ് ജനറേഷനും ഉണ്ട്, ഒരു ഡിപ്ലോയിഡ് ജനറേഷനും ഉണ്ട്. ഹാപ്ലോയിഡ് ജനറേഷൻ നമ്മൾ ഗ്യാമറ്റോഫിറ്റിക് എന്ന് പറയുന്നു, അല്ല ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നു. ഡിപ്ലോയിഡ് ജനറേഷനെ നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നു. ഇവർ ആൾട്ടർനേറ്റ് ആയിട്ട് വരും.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കുക, ഒരു പ്ലാന്റ് കാണപ്പെടുന്ന ഒരു ടെറിഡോഫൈറ്റ് കാണപ്പെടുന്നത് സ്പോറോഫൈറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അവയിൽ എസെക്ഷൽ സ്പോർസ് ഫോം ചെയ്യുന്നു, അവ ഹാപ്ലോയിഡ് ആയിരിക്കും. എന്നിട്ട് ആ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് പ്ലാന്റ് ഉണ്ടാകുന്നത്. അത് വളരെ ഷോർട്ട് ടൈമിലേ ഉണ്ടാവത്തുള്ളൂ ആ ഒരു ഗ്യാമറ്റോഫിറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊത്താലസ് എന്ന് പറയുന്നത്. ആ പ്രൊത്താലസിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ഗാമേറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ആന്ത്രിഡിയും ആർക്കിഗോണിയും ഉണ്ടാവുന്നത്. ഇവയ്ക്കകത്തുനിന്ന് ഗമേറ്റ്സ് ഫോം ചെയ്യുന്നു എന്ന് വെച്ചാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സും എഗ്ഗും ഫോം ചെയ്യുന്നു. അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോയിഡാണ്. ഈ സൈഗോട്ട് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നു. എംബ്രിയോ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് എന്താവും, പിന്നെയും ഡിപ്ലോയിഡ് ആവും. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എപ്പോഴും കൂടുതൽ സമയവും കാണപ്പെടുന്നത്, കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത്. മറ്റേ ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ വളരെ ഷോർട്ട് ലൈഫ് സ്പാനിലേ കാണത്തുള്ളൂ, വളരെ കുറച്ച് സമയമേ കാണപ്പെടുന്നുള്ളൂ പ്രൊത്താലസിൻ്റെ രൂപത്തിൽ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. എന്നിട്ട് പിന്നെയും ഈ സ്പോറോഫൈറ്റിൽ സെക്ഷൽ സ്പോർസ് ഉണ്ടാകുന്നു, അത് വീണ്ടും ജെർമിനേറ്റ് ചെയ്ത് ഗ്യാമറ്റോഫൈറ്റ് ആകുന്നു. ഗ്യാമറ്റോഫൈറ്റിൽ വീണ്ടും ഗമേറ്റ്സ് ഉണ്ടാവും, ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആകുന്നു. സൈഗോട്ട് പിന്നെയും സ്പോറോഫൈറ്റ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കുറേ തവണ സ്റ്റീലി എന്താണെന്ന് പറഞ്ഞു. സ്റ്റീലി ഇതെങ്ങനെയാണ് ടെറിഡോഫൈറ്റ്സിൽ ഡെവലപ്പ് ചെയ്ത് വന്നത്, ഇപ്പോൾ എന്താണ് ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റീലാർ എവല്യൂഷൻ ഇൻ ടെറിഡോഫൈറ്റ്സ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നോക്കിക്കേ, സ്റ്റീൽ അല്ലെങ്കിൽ വസ്കുലർ സിലിണ്ടർ എന്ന് വെച്ചാൽ ഇസ് ദ സെൻട്രൽ കോർ ഓൾ ദ കോളം ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് വസ്കുലർ പ്ലാന്റ്സ്. വസ്കുലർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ സൈലോം ഫ്ലോയും ഒക്കെ ഉള്ള വസ്കുലർ ടിഷ്യൂസ് ഉള്ള പ്ലാന്റ്സ് ആണ് വസ്കുലർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ സ്റ്റെമ്മിലും റൂട്ടിലും ഒക്കെ സെൻട്രലായിട്ട് നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ കാണാൻ ഏറ്റവും സെൻട്രലായിട്ടുള്ള ആ ഒരു കോർ അല്ലെങ്കിൽ ആ കോളം, അതിനെയാണ് സ്റ്റീൽ അല്ലെങ്കിൽ വസ്കുലർ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് സൈലം, ഫ്ലോയം ആൻഡ് പെരിസൈക്കിൾ ആൻഡ് ഇൻ സം കേസസ് പിത്ത് ആൻഡ് മെഡുലറി റേസ് ഓൾസോ. അപ്പോൾ ഒരു സ്റ്റീലി എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ സൈലം, ഫ്ലോയും പെരിസൈക്കിളും മസ്റ്റായിട്ട് കാണണം. പിന്നെ ചില കേസസിൽ പിത്തും മെഡുലറി റേസും ഒക്കെ കാണപ്പെടുന്നുണ്ട്. തിയറി ഓഫ് സ്റ്റീലി വാസ് ഫോർമുലേറ്റഡ് ബൈ വാൻ തീഗ്ലം in 1886, but he could not explain the evolution of different types of stele from a single original type. അപ്പം 1886 വാൻ ടെഗ്ലം എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ സ്റ്റീലിനെ പറ്റി ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സിംഗിളായിട്ടുള്ള ഒരു ഒറിജിനൽ ടൈപ്പ് ഓഫ് സ്റ്റീലിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീലീസ് ഇവോൾവ് ചെയ്ത് വന്നതെന്നൊന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദെൻ 1897 ജെഫ്രിയും അദ്ദേഹത്തിൻ്റെ കുറേ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പ്രോട്ടോസ്റ്റീലി, സൈഫണോസ്റ്റീലി എന്ന് പറഞ്ഞ 2 ടേംസ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, പ്രോട്ടോസ്റ്റീലിയാണ് ഏറ്റവും മോസ്റ്റ് പ്രിമിറ്റീവായിട്ടുള്ളത്, അതിൽ നിന്നാണ് ബാക്കി സ്റ്റീലീസൊക്കെ ഇവോൾവ് ചെയ്ത് വന്നത് എന്നാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പം മേജറായിട്ടും 3 ടൈപ്പ് ഓഫ് സ്റ്റീലീസാണ് ഈ ടെറിഡോഫൈറ്റ്സിൽ കാണപ്പെടുന്നത്: പ്രോട്ടോസ്റ്റീലി, സൈഫണോസ്റ്റീലി ആൻഡ് ഡിക്റ്റോസ്റ്റീലി. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോട്ടോസ്റ്റീലി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സ്റ്റീലിയാണ് പ്രോട്ടോസ്റ്റീലി എന്ന് പറയുന്നത്. ഇവയിൽ പിത്ത് ആബ്സെൻ്റ് ആയിരിക്കും. സൈലമാണ് ഏറ്റവും സെൻട്രൽ കോളമായിട്ട് കാണുന്നത്, അതിനെ ചുറ്റിയിട്ടാണ് ഫ്ലോയം കാണുന്നത്. പ്രസൻറ്റ് ഇൻ സെവറൽ ടെറിഡോഫൈറ്റ്സ്. 5 കോമൺ ടൈപ്പ് ഓഫ് സ്റ്റീലി പ്രോട്ടോസ്റ്റീലി ഏതൊക്കെയാണ്? ഹാപ്ലോസ്റ്റീലി, ആക്ടിനോസ്റ്റീലി, പ്ലറ്റോസ്റ്റീലി, മിക്സഡ് സ്റ്റീലി ആൻഡ് പോളിസ്റ്റീലി. ഇങ്ങനെ 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോസ്റ്റീലീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്ലോസ്റ്റീലിയാണ് പ്രോട്ടോസ്റ്റീലിയിലേക്കും വെച്ച് ഏറ്റവും മോസ്റ്റ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത്. പിത്ത് ആബ്സെൻ്റ് ആണ്. സൈലം ഫോം എ സെൻട്രൽ കോർ സറൗണ്ടഡ് ബൈ എ റിംഗ് ഓഫ് ഫ്ലോയം. അവിടെ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും സെൻട്രലായിട്ട് സൈലം കാണുന്നു, അതിനെ ചുറ്റി ഒരു റിങ്ങിലായിട്ട് ഫ്ലോയം പാച്ചസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് ഹാപ്ലോസ്റ്റീലി എന്ന് പറയുന്നത്. സെലാജിനെല്ല, ഗ്ലൈക്കീനിയലൊക്കെയാണ് അങ്ങനെ കാണുന്നത്. ഗ്ലൈക്കീനിയൽ നോക്കുകയാണെങ്കിൽ ഈ സൈലത്തിനെ കൂടാതെ ചില പാരൻകൈമ സെൽസും കൂടി ഇടയ്ക്ക് മിക്സ്ഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്.
ദെൻ അടുത്തതാണ് ആക്ടിനോസ്റ്റീലി. ആക്ടിനോസ്റ്റീലി എന്ന് വെച്ചാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, റേഡിയൽ ടൈപ്പാണ്. അതിൽ സൈലമാണെങ്കിൽ ഒരു സ്റ്റാർ ഷേപ്ഡ് സെൻട്രൽ കോറാണ്. അതിനെ ചുറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ട് ചെയ്തിട്ട് ആരുണ്ട്, ഫ്ലോയമുണ്ട്. ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സൈലം ആ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതാണ്, അതിന് ചുറ്റി ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റാർ ഷേപ്ഡ് സൈലം കോറിനെ ഫുള്ളായിട്ട് സറൗണ്ട് ചെയ്തിരിക്കുകയാണ് ഫ്ലോയം. സൈലോട്ടം, ലൈക്കോപോഡിയം, സെറൈറ്റത്തിനകത്തൊക്കെയാണ് ആക്ടിനോസ്റ്റീലി കാണപ്പെടുന്നത്. ദെൻ പ്ലറ്റോസ്റ്റീലി. പ്ലറ്റോസ്റ്റീലി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പാണ്. അതിൽ സൈലം ആൻഡ് ഫ്ലോയം ഒക്കേഴ്സ് മോർ ഓർ ലെസ് പാരലൽ ബാൻഡ്. ഒരു പാരലൽ ബാൻഡ്സ് പോലെ സൈലവും ഫ്ലോയും കാണപ്പെടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റ് ചെയ്തിട്ട്. ആദ്യം സൈലത്തിൻ്റെ ഒരു പാച്ച്, അത് കഴിഞ്ഞ് പിന്നെ ഫ്ലോയത്തിൻ്റേത്, പിന്നെ സൈലം ഫ്ലോയം, അങ്ങനെ ഒരു ആൾട്ടർനേറ്റ് ചെയ്തിട്ട് പാരലൽ ബാൻഡ് പോലെ കാണപ്പെടുന്നു. അതാണ് പ്ലറ്റോസ്റ്റീലി എന്ന് പറയുന്നത്. ഫ്ലോയം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സൈലത്തിനെ സറൗണ്ട് ചെയ്യുന്നില്ല, പക്ഷേ എന്താണ്, ഈ സൈലം പ്ലേറ്റ്സിന് ചുറ്റിനും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കാണുന്നത്. ലൈക്കോപോഡിയം, ക്ലാവേറ്റം ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ദെൻ മിക്സഡ് പ്രോട്ടോസ്റ്റീലി. മിക്സഡ് പ്രോട്ടോസ്റ്റീലി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റീലിയാണ്. അതിനകത്താണെങ്കിൽ സൈലം ഇങ്ങനെ പല ബ്രേക്കപ്പ് ചെയ്ത് പല ഇറഗുലർ ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്. എവിടെയാണ് കാണപ്പെടുന്നത്, ഫ്ലോയത്തിൻ്റെ മാസിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിട്ട് ഇങ്ങനെ സൈലം പല പല ഇറഗുലർ ഗ്രൂപ്പ്സ് ആയിട്ട് കാണപ്പെടുന്നു. ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈക്കോപോഡിയം സെർണത്തിനകത്തൊക്കെയാണ് അങ്ങനെ കാണപ്പെടുന്നത്. ദെൻ പോളിസ്റ്റീലി. പോളിസ്റ്റീലി എന്ന് പറഞ്ഞാൽ ഹാപ്ലോസ്റ്റീലിയുടെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇവിടെ സെവറൽ ഇൻഡിപെൻഡൻറ്റ് ഹാപ്ലോസ്റ്റീലീസ് റൺ പാരലൽ ടു ഈച്ച് അതർ ഇൻ എ സ്റ്റെം. അവിടെ ഫിഗർ നോക്കിക്കേ, അവിടെ എന്താണ്, ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ ഹാപ്ലോസ്റ്റീലി ഉണ്ട്. അതാണെങ്കിൽ ആ സ്റ്റെമ്മിന് റൺ പാരലലായിട്ട് ഇങ്ങനെ ഒരു ലൈനിൽ തന്നെ ഇങ്ങനെ പാരലലായിട്ട് കാണപ്പെടുന്നു. ഈച്ച് സ്റ്റീലി, ഓരോ സ്റ്റീലിയും കവർ ചെയ്ത് ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻഡോഡെർമൽ റിംഗ് ഉണ്ട്, അല്ലാതെ കോമൺ എൻഡോഡെർമൽ കവറിങ് അല്ല ഉള്ളത്. ഓരോ സ്റ്റീലിക്കും, ഓരോ ഹാപ്ലോസ്റ്റീലിയും കവർ ചെയ്തിട്ട് ഓരോ എൻഡോഡെർമൽ റിംഗ് ആണ് ഉള്ളത്. ഇനിയാണ് സെലാജിനെല്ലയിലൊക്കെയാണ് ഇങ്ങനെ കാണപ്പെടുന്നത്, കൂടുതൽ സെലാജിനെല്ല സ്പീഷീസിലൊക്കെയാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് സൈഫണോസ്റ്റീലി. അപ്പോൾ പ്രോട്ടോസ്റ്റീലി എന്താണെന്ന് പറഞ്ഞു, പിത്ത് ആബ്സെൻ്റ് ആയിരിക്കും, സൈലമായിരിക്കും സെൻട്രൽ കോർ എന്ന് പറയുന്നത്. ദെൻ സൈഫണോസ്റ്റീലി എന്ന് പറഞ്ഞാൽ എന്താണ്, പിത്താണ് ഇവയുടെ സെൻറ്ററിലുള്ളത്. Xylem forms the cylinder around the pith and phloem lies either on both the sides of the xylem, often surrounding it, or in the outside of the xylem. എങ്ങനെയാണ് ഇവിടെ സൈലം, പിത്തിന് ചുറ്റിനും സൈലമുണ്ട്. സൈലത്തിനെ ഒന്നെങ്കിൽ രണ്ട് സൈഡിലും ഫ്ലോയം കവർ ചെയ്യും, അല്ലെങ്കിൽ സൈലത്തിൻ്റെ ഔട്ട്സൈഡിൽ മാത്രം ഫ്ലോയം കാണപ്പെടും. അത് രണ്ട് രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്, ആംഫിഫ്ലോയിക് ആൻഡ് എക്ടോഫ്ലോയിക്. ഫസ്റ്റ് ഓഫ് ഓൾ ആംഫിഫ്ലോയിക് എന്ന് വെച്ചാൽ എന്താണ്, സൈലം ഈ പിത്തിനെ കവർ ചെയ്തിരിക്കുന്നു, റൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ സൈലത്തിൻ്റെ ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും ഫ്ലോയമുണ്ട്. അങ്ങനെയാണ് ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീലി എന്ന് പറയുന്നത്. ഒരു ഇന്നർ ഫ്ലോയമുണ്ട്, ഒരു ഔട്ടർ ഫ്ലോയമുണ്ട്. അവിടെ ഫിഗർ നോക്കിക്കേ, ഏറ്റവും സെൻറ്ററിൽ പിത്തുണ്ട്, അതിൻ്റെ പിന്നെ അതിനെ കവർ ചെയ്തേക്കുന്ന ഫ്ലോയമാണ്, പിന്നെ സൈലം, പിന്നെയും ഫ്ലോയം. അപ്പോൾ ഫ്ലോയം എന്ന് പറയുന്നത് സൈലത്തിനെ ഔട്ടറായിട്ടും ഇന്നറായിട്ടും കവർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീലി എന്ന് പറയുന്നത്. അഡിയാൻറ്റം, ഡിക്സോണിയം, മാർസീലിയ ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ദെൻ ഇനി എക്ടോഫ്ലോയിക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ പിത്ത് സെൻറ്ററിൽ, അത് കഴിഞ്ഞ് സൈലം, ആ സൈലത്തിൻ്റെ ഔട്ടർ സൈഡിൽ മാത്രം ഫ്ലോയം കാണപ്പെടുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്ടോഫ്ലോയിക് സൈഫണോസ്റ്റീലി എന്ന് പറയുന്നത്. ഓസ്മുണ്ട, ഇക്വിസിറ്റമത്തിലൊക്കെയാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. ആ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് ആണ് ഡിക്റ്റിയോസ്റ്റീലി. ഡിക്റ്റിയോസ്റ്റീലിയാണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇത് സൈഫണോസ്റ്റീലിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആവും. പിന്നെ എ നമ്പർ ഓഫ് ഓവർലാപ്പിംഗ് ലീഫ് ഗ്യാപ്സ് ആർ ഫോംഡ് സോ ദാറ്റ് ദ സ്റ്റീലി ബ്രേക്കപ്പ് ഇൻ ടു നമ്പർ ഓഫ് സെപ്പറേറ്റ് വസ്കുലാർ ബണ്ടിൽസ്. നോക്കിക്കേ, ഒരുപാട് ലീഫ് ഗ്യാപ്സ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്, ആ സ്റ്റീലി അങ്ങ് ബ്രേക്കപ്പ് ആയിട്ട് നമ്പർ ഓഫ് സെപ്പറേറ്റ് വസ്കുലാർ ബണ്ടിൽസ് ഒക്കെ ഉള്ള ഓരോ സെപ്പറേറ്റ് ഓരോ ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. സൈലം ഫ്ലോയം മാത്രമായിട്ട് ഓരോ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. ഓരോന്നിനെ സറൗണ്ട് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള എൻഡോഡെർമിസ് ഉണ്ട്. ഇനി ഓരോന്നിനെ നമുക്ക് മെറിസ്റ്റീലി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിക്റ്റിയോസ്റ്റീലിയിൽ കാണപ്പെടുന്ന ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സ്റ്റീലീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറിസ്റ്റീലി.
ടെറിസ്, പോളിപോഡിയം, അസ്പിഡിയം ആൻഡ് സം സ്പീഷീസ് ഓഫ് സെലാജിനെല്ലയിലൊക്കെയാണ് ഡിക്റ്റിയോസ്റ്റീലി കാണപ്പെടുന്നത്. അപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റീലി എന്ന് പറയുന്നത് ഡിക്റ്റിയോസ്റ്റീലിയാണ്. അത് തന്നെ ആംഫി ക്രൈബലും ഉണ്ട്, ആംഫി വാസലും ഉണ്ട്. അതാ ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെയും അറേഞ്ച്മെൻറ്റിന് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ സോളിനോസ്റ്റീലി എന്ന് പറഞ്ഞാൽ സൈഫോണോസ്റ്റീലി തന്നെയാണ്. അതിൽ ഒരു ലീഫ് ഗ്യാപ്പ് ഒരു പോയിന്റിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ സോളിനോസ്റ്റീലി എന്ന് പറയുന്നത്. ഹെൻസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ വസ്കുലർ സിലിണ്ടർ ഇറ്റ് ഷോസ് എ ഗ്യാപ്പ്. ഇവിടെ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ലീഫ് ഗ്യാപ്പ് വന്നത് കാരണം അതിൻ്റെ ഒരു വശത്ത് എന്തില്ല, ഈ പറഞ്ഞ വസ്കുലർ ടിഷ്യൂസ് അവിടെ ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഇൻകംപ്ലീറ്റ് സർക്കുലർ ആയിട്ടാണ് കാണുന്നത്, സി ഷേപ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അടിയാൻറ്റത്തിലൊക്കെയാണ് ഈ സോളിനോസ്റ്റീലി കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇനി ഒരു പോളിസൈക്ലിക് സൈഫോണോസ്റ്റീലി കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീലീസ് ഒരേ സ്റ്റെമ്മിൽ തന്നെ കാണപ്പെടുന്നു. അതിനെയാണ് നമ്മൾ പോളിസൈക്ലിക്, അത് സൈക്ലിക് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് പോളിസൈക്ലിക് സൈഫോണോസ്റ്റീലി എന്നൊക്കെ പറയുന്നത്. അതിവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം 2 വ്യൂസ് ഓഫ് ഒറിജിൻ ഓഫ് പിത്ത്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടോസ്റ്റീലിയാണ് ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ളത്. അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് ഈ പറഞ്ഞ സൈഫോണോസ്റ്റീലിയും ഡിക്റ്റിയോസ്റ്റീലിയും ഒക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് 2 വ്യൂസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാസ്റ്റീലാർ ഒറിജിനും ഉണ്ട്, എക്സ്ട്രാസ്റ്റീലാർ ഒറിജിനും ഉണ്ട്. ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ എന്ന് വെച്ചാൽ ബോഡിയിലും കുറച്ച് ഫ്രണ്ട്സും അല്ലെങ്കിൽ കുറേ പേരും കൂടി പിത്ത് ഡെവലപ്സ് ബൈ ദി ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഇന്നർ ട്രക്കീഡ്സ് ഓഫ് ദ പ്രോട്ടോസ്റ്റീലി ആൻഡ് ദ കോൺസിക്വൻറ്റ് ഔട്ട്വേർഡ് ഷിഫ്റ്റിംഗ് ഓഫ് ദ വസ്കുലർ ടിഷ്യൂസ്. പിത്ത് ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. ഈ പ്രോട്ടോസ്റ്റീലിയുടെ ഇന്നറായിട്ട്, പ്രോട്ടോസ്റ്റീലിയുടെ സെൻട്രൽ ആരാണുള്ളത്? സൈലമാണുള്ളത്. സൈലത്തിൻ്റെ കുറച്ച് ട്രക്കീഡ്സ് എന്ത് സംഭവിച്ചു, അതിന് ഗ്രാജുവലായിട്ട് കുറേ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, അത് പിത്തായിട്ട് മാറി. അങ്ങനെ പിത്തായിട്ട് മാറിയപ്പോഴത്തേന് ഇതിന് പുറത്തേക്കൊരു ഷിഫ്റ്റിംഗ് ഉണ്ടായി. അങ്ങനെ ആ ഒരു കോൺസിക്വൻ്റ് ഔട്ട്വേർഡ് ഷിഫ്റ്റിംഗ് വഴിയാണ് വസ്കുലർ ടിഷ്യൂസൊക്കെ പുറത്തേക്ക് വന്നത്. നടുക്ക് അങ്ങനെയാണ് പിത്ത് ഫോം ചെയ്തത്. ആ പിത്ത് ഫോം ചെയ്തത് ഈ സൈലത്തിൻ്റെ കുറച്ച് സൈലം ട്രക്കീഡ്സ് എന്തായിട്ട് മാറുന്നു, ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ വഴി പിത്തായിട്ട് മാറി. അപ്പം ഈ പറഞ്ഞ വസ്കുലർ ടിഷ്യൂസൊക്കെ പുറത്തേക്ക് തള്ളി. അങ്ങനെയാണ് അവിടെ നടുക്ക് പിത്തുണ്ടായതെന്നാണ് ഈ ബൂഡിലും കുറച്ച് പേരും കൂടെ പറഞ്ഞത്. ഇറ്റ് ഗ്രാജുവലി എക്സ്പാൻഡ് ഔട്ട്വേർഡ് ഇൻ ദ ഫോം ഓഫ് മെഡുലറി റേസിൻ്റെ ഫോമിലാണ് ഇവർ പുറത്തേക്ക് ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇനി എക്സ്ട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജെഫ്രിയാണ് പറഞ്ഞത്. ദ ഒബ്ലിറ്ററേഷൻ ഓഫ് ദ ഇന്നർ എൻഡോഡെർമിസ് ആൻഡ് ദ ഇൻട്രൂഷൻ ഓഫ് ദ കോർട്ടിക്കൽ ടിഷ്യൂ ഗീവ് റൈസ് ടു ദ പിത്ത് ഇൻ ദ സെൻറ്റർ. അതിന് ഇൻവേഷൻ തിയറി എന്നാണ് പറയുന്നത്. എന്താണ് ഇന്നർ എൻഡോഡെർമിസ്? അകത്തേക്ക് പുറത്ത് നിന്ന് അകത്തേക്ക് ഇൻട്രൂഡ് ചെയ്തു. അതുപോലെ തന്നെ അതുവഴി കോർട്ടിക്കൽ സെൽസും കൂടി അകത്തേക്ക് വന്ന് ഈ ഒരു സ്റ്റെമ്മിൻ്റെ സെൻറ്ററിലേക്ക് വന്നു, ഇൻട്രൂഡ് ചെയ്തിട്ട് അകത്തേക്ക് വന്നു, ഇൻവേഷൻ നടത്തി. അങ്ങനെയാണ് സെൻറ്ററിൽ പിത്ത് സെൽസ് ഉണ്ടായതെന്നാണ് ജെഫ്രി പറയുന്നത്. അതിനാണ് എക്സ്ട്രാ സ്റ്റീലാർ ഒറിജിൻ എന്ന് പറയുന്നത്. ഇൻട്രാ സ്റ്റീലാർ ഒറിജിൻ എന്ന് വെച്ചാൽ അവിടെ തന്നെയുള്ള ഇൻറ്റേർണലി തന്നെയുള്ള കുറച്ച് സൈലം ട്രക്കീഡ്സ് പിത്തായിട്ട് ട്രാൻസ്ഫോം ചെയ്തു എന്നാണ് ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത്. എക്സ്ട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത് പുറമേ കാണപ്പെടുന്ന എൻഡോഡെർമിസിൻ്റെയും കോർട്ടക്സിൻ്റെയും കുറച്ച് സെൽസുകൾ അകത്തേക്ക് ഇൻട്രൂഡ് ചെയ്ത് വന്ന് അല്ല ഇൻവേഷൻ നടത്തി വന്നിട്ട് പിത്തായിട്ട് മാറി എന്നാണ് എക്സ്ട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ടെറിഡോഫൈറ്റ്സിൻ്റെ കുറച്ച് ഓരോ ഫാമിലിയിലുള്ള കുറച്ച് ഓരോ ക്ലാസ്സിലുള്ള കുറച്ച് ടെറിഡോഫൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫിഗേഴ്സും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.